കേരളത്തിന്റെ ഉള്ളുലച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട്. 2024 ജൂലൈ 30 പുലർച്ചെ ഒഴുകിയെത്തിയ ഉരുളിൽ ഇല്ലാതായത് 2 ഗ്രാമങ്ങളാണ്. പാർലമെന്റിൽ നൽകിയ കണക്കനുസരിച്ച് 292 പേരാണ് മരിച്ചത്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം മരണം 400-ലധികമാണ്. ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തൂരിലെ ഹൃദയഭൂമിയിൽ നിന്ന് പ്രത്യേക ചടങ്ങുകളും സർവ്വമത പ്രാർത്ഥനയും നടക്കും. അതുല്യയുണ്ട് വിവരങ്ങളുമായി. അതുല്യ, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ഒരു രാത്രി പുലർന്നപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തെറിച്ചു നിന്നതാണ് നമ്മളടക്കമുള്ള മലയാളികൾ. സ്വന്തമെന്ന് കരുതിയ പലരെയും ഉരുളെടുത്തു പോയവരുടെ കണ്ണുനീർ കണ്ടാണ് അന്ന് നമ്മൾ ഏവരും ഉണർന്നത്. ഇന്ന് 2 വർഷങ്ങൾ പിന്നിടുമ്പോഴേക്കും അതിജീവനത്തിന്റെ പാതയിലാണ് ചൂരൽമല മുണ്ടക്കൈ ഗ്രാമനിവാസികൾ ഉള്ളത്. ഇന്ന് 2 ആണ്ട് തികയുകയാണ്. തീർച്ചയായും കാർത്തു, 2 ആണ്ട് കടന്നു പോകുമ്പോൾ വയനാട് അതിജീവനത്തിൻ്റെ പാതയിലാണ്, തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നെല്ലാം പറയുമ്പോഴും ആ നാട് എത്ര കണ്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് മോചിതമായിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. ഇന്നിപ്പോൾ ഇതാ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ആ കൂട്ടക്കുഴിമാടത്തിന് ചുറ്റും ഇന്ന് ദുരന്തത്തിൽ മരിച്ചുപോയവരുടെ ഉറ്റവരും കുടുംബവും എല്ലാം ഒത്തുചേർന്ന് സർവമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും ഒക്കെ നടത്താനിരിക്കുകയാണ്. ആ ഒരു കാഴ്ച തന്നെ എത്രത്തോളം വ്യാപ്തിയുള്ളതായിരുന്നു ഈ ഒരു ദുരന്തം എന്നത് വ്യക്തമാക്കുന്നതാണ്. പുത്തുമലയിലെ ഹൃദയഭൂമി എന്ന് പറയുന്നത് ഒരു കൂട്ട കുഴിമാടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ശ്മശാന ഭൂമിയാണ്. കാരണം ഈ ഒരു ദുരന്തത്തിൽ മരിച്ച പലരെയും തിരിച്ചറിയാനായിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചറിഞ്ഞ പലരെയും തന്നെ ശരീരഭാഗങ്ങൾ DNA പരിശോധന നടത്തിയാണ് തിരിച്ചറിഞ്ഞത്. പൂർണ്ണമായ മൃതദേഹങ്ങൾ ലഭിച്ചത് വളരെ കുറച്ച് മാത്രമായിരുന്നു. അതിലെല്ലാം ഉപരിയായി ഈ കണ്ടെത്തിയ പലരെയും ഒരു കുടുംബം ഒന്നാകെ ഇല്ലാതായതായിരുന്നു. ഈ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 62 കുടുംബങ്ങളാണ് ഒരു അംഗം പോലും അവശേഷിക്കാതെ നാമാവശേഷമായി പോയത്. ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും ആ ഉരുളെടുത്തുകൊണ്ടുപോയിരുന്നു. മാത്രമല്ല 2 ഗ്രാമങ്ങൾ ഏതാണ്ട് 8600ഓളം കിലോമീറ്റർ വിസ്തൃതിയിൽ അത്രത്തോളം വലിയ 2 ഗ്രാമങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതായി. എങ്ങ് നോക്കിയാലും പരന്നു കിടക്കുന്ന ചളിമണ്ണും പാറക്കഷ്ണങ്ങളും മരങ്ങളും മാത്രമായിരുന്നു. ഈ മരിച്ച ആളുകളെയൊക്കെ അടക്കാനുള്ള ഒരു സ്ഥലം, അവർ ഇത്രയും കാലം ജനിച്ച് ജീവിച്ച് വളർന്ന സ്ഥലമേ ഇല്ലാതായിരിക്കുന്നു. അവരെ അടക്കാനായി സർക്കാർ നിർമ്മിച്ചതാണ് പുത്തൂരിലെ ഈ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പൊതു ശ്മശാനം. അവിടെ വലിയ ഒരു സ്ഥലത്ത് ഭൂമിയിൽ നിരവധി എണ്ണമറ്റ കുഴികളെടുത്ത് ഈ മരിച്ച ആളുകളെയെല്ലാം, അവരുടെ മൃതദേഹങ്ങളെന്ന് പറയാൻ കഴിയില്ല, മൃതദേഹ ഭാഗങ്ങളെല്ലാം തന്നെ DNA പരിശോധന നടത്തി ആ മൃതദേഹ ഭാഗങ്ങൾ ഓരോ കുഴികളിലായി അടക്കുകയായിരുന്നു. ഉറ്റവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഒരു മൃതദേഹം പോലും ലഭിച്ചില്ല എന്നുള്ളത് അതിലും വലിയ വേദന. അത്തരത്തിൽ ഈ വലിയ ഒരു മൃതദേഹങ്ങൾ അടക്കിയിരിക്കുന്ന ഈ പുത്തൂരിലെ ഹൃദയഭൂമി എന്ന് പേരിട്ടിരിക്കുന്ന ആ പുത്തുമലയിലെ ആ ഒരു ശ്മശാനത്തിൽ ഇന്നിപ്പോൾ സർവമത പ്രാർത്ഥനയും അതുപോലെ തന്നെ അനുസ്മരണ സമ്മേളനവും എല്ലാം നടക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ 2 ആണ്ട് തികയുന്ന ദിവസം ബെയിലി പാലത്തിലും കൽപ്പറ്റ ടൗൺഷിപ്പിലുമൊക്കെ സമാനമായ രീതിയിൽ അനുസ്മരണവും അതുപോലെ തന്നെ കൂട്ട പ്രാർത്ഥനകളും പ്രത്യേക ചടങ്ങുകളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിജീവനത്തിലെ ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു വെള്ളാർമലയിലെ സ്കൂൾ എന്ന് പറയുന്നത്. ഈ വെള്ളരിപ്പുഴയുടെ പുന്നപ്പുഴയുടെ തീരത്ത് വലിയ പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു വിദ്യാലയമായിരുന്നു വെള്ളാർമല GVHSS എന്ന് പറയുന്നത്. ആ വെള്ളാർമല സ്കൂള് ചെളിയിൽ പുതഞ്ഞു പോയിട്ടും സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും എല്ലാം പ്രയത്നത്തിൽ സ്കൂളിനെ അവർ തിരിച്ചെടുക്കുകയായിരുന്നു. വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷയും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെയും കേരളത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. ആ വെള്ളാർമലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ
കുട്ടികളുടെ രക്ഷിതാക്കളും എല്ലാം ചേർന്ന് ഇന്ന് ബെയിലി പാലത്തിലെത്തി. ബെയിലി പാലത്തിൽ പുഷ്പാർച്ചന നടത്തും. അതുപോലെ തന്നെ വെള്ളർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അനുസ്മരണ സമ്മേളനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് കര കയറുന്നതിന് വേണ്ടി അതിജീവനത്തിന് വേണ്ടി നിർമ്മിച്ച ടൗൺഷിപ്പ് കൽപ്പറ്റയിലെ വയനാട് കൽപ്പറ്റയിൽ സർക്കാർ വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ നിർമ്മിച്ച കൽപ്പറ്റയിലെ ടൗൺഷിപ്പ്, അവിടെ ഇപ്പോൾ 178 കുടുംബങ്ങൾക്ക് 7 സെൻറ്റും അതുപോലെ തന്നെ വീടും നൽകിയിട്ടുണ്ട്. അവിടെയും ഇന്ന് അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഉറ്റവരെ നഷ്ടപ്പെട്ട് വയനാട്ടിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് താമസം മാറിയ ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഇന്ന് ഈ ഒരു പുത്തുമലയിലെയും അതുപോലെ തന്നെ ടൗൺഷിപ്പിലെയും ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിനെത്തും. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മേപ്പാടി പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ, ചടങ്ങുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. വിവിധയിടങ്ങളിൽ അനുസ്മരണ സമ്മേളനങ്ങളുണ്ട്. ഈ അനുസ്മരണ സമ്മേളനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിന് എത്തും. ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ, കൃഷിമന്ത്രിയും വയനാട്ടിൽ നിന്നുള്ള MLAയുമായ ടി സിദ്ദിഖ്, അതുപോലെ തന്നെ മന്ത്രി AP അനിൽകുമാർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ഒരു ഇന്നത്തെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തും. ഈ ദുരന്തബാധിതർക്ക്, അതായത് കൽപ്പറ്റ ടൗൺഷിപ്പിൽ താമസിക്കുന്ന പല കുടുംബങ്ങളിലെയും പല അംഗങ്ങളെയും അടക്കം ചെയ്തിരിക്കുന്നത്, സംസ്കരിച്ചിരിക്കുന്നത് ഈ ഹൃദയഭൂമിയിലാണ്. അപ്പോൾ ഈ ദുരന്തബാധിതർക്ക് കൽപ്പറ്റ ടൗൺഷിപ്പിൽ നിന്നും പുത്തുമലയിലേക്ക് എത്താനും തിരിച്ചു പോകാനും KSRTC തങ്ങളുടെ പ്രത്യേക സർവീസുകൾ നടത്തും. എന്തായാലും ഈ 2 ആണ്ട് പിന്നിടുമ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് കേരളം എങ്ങനെ അതിജീവിച്ചു എന്നതിൻ്റെ ഒരു മാതൃക കൂടിയാണ് എന്നുള്ളതാണ്. രാത്രി പുലർച്ചെ, അതായത് ജൂലൈ 30 പുലർച്ചെ 1 മണിക്കും 4 മണിക്കുമായാണ് 2 ഉരുളുകൾ പൊട്ടിയത്. ആദ്യത്തെ 1 മണിക്ക് ആദ്യ ഉരുൾ പൊട്ടുന്നു. അപ്പോഴും ഈ 2 ഗ്രാമങ്ങളും കടുത്ത ഉറക്കത്തിലായിരുന്നു. കാരണം വയനാട്ടിൽ തലേ ദിവസം തൊട്ട് മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അവർ സുഖകരമായ ഒരു ഉറക്കത്തിൽ എല്ലാവരും അലിഞ്ഞിരിക്കുന്ന സമയത്താണ് ആദ്യ ഉരുൾ പൊട്ടുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിനു മുന്നേ നിരവധി പേർ മണ്ണിനുള്ളിൽ ആണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ആളുകൾ ഈ വിവരം അറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആളുകൾ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി വിവരം പുറത്തറിയുന്നതിന് മുൻപാണ് 2ാമത്തെ ഉരുൾ പൊട്ടുന്നത് 4 മണിക്ക്. ആ 2ാമത്തെ ഉരുൾ പൊട്ടലിൽ അട്ടമലയുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ ചൂരൽമലയുടെ ഒരു ഭാഗം തന്നെ, ആ മല അങ്ങനെ ഇടുങ്ങി താഴോട്ട് കുത്തിയൊലിച്ച് വരികയായിരുന്നു. 3:15 ഒരു വീഡിയോ പുറത്തു വരികയും ഞങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ഒരു നീതു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവതിയുടെ വീഡിയോ, അത് വലിയ രീതിയിൽ പിന്നീട് ശ്രദ്ധ നേടിയിരുന്നു. തങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, ഇത്തരത്തിൽ എവിടെയോ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു, തങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീതു പങ്കുവച്ച ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വിവരം പുറത്തറിയാൻ കാരണം. നീതു പിന്നീട് മരിച്ചു. നീതുവിൻ്റെ മൃതദേഹം പിന്നീട് കണ്ടെടുക്കുകയായിരുന്നു. 3:15 അതായത് ഈ ഒരു വീഡിയോ പുറത്തു വന്ന് 3:15 രക്ഷാപ്രവർത്തകർ, നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും മറ്റും അടങ്ങുന്ന രക്ഷാപ്രവർത്തകരുടെ ആദ്യ സംഘം ദുരന്ത ഭൂമിയിലെത്തി. 4:55 സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനാംഗങ്ങളും പോലീസും സർക്കാർ പ്രതിനിധികളും അടങ്ങുന്ന അടുത്ത സംഘം ദുരന്ത ഭൂമിയിലെത്തി. അതിനുശേഷം സൈന്യമെത്തി, സൈന്യത്തിൻ്റെ തന്നെ ഹെലികോപ്റ്ററുകളെത്തി, ബെയിലി പാലം നിർമ്മിക്കാൻ മദ്രാസ് സാപ്പേഴ്സ് എത്തി. പിന്നീട് അങ്ങോട്ട് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ബൃഹത്തായ ഒരു രക്ഷാപ്രവർത്തന പദ്ധതിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതുപോലെ തന്നെ NDRF, ദേശീയ ദുരന്ത നിവാരണ സേന എത്തുന്നു. ജനപ്രതിനിധികൾ, പാർട്ടികളുടെ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികൾ മുണ്ട് മടക്കി കുത്തി ഈ ചളിയിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേരിട്ട് നേതൃത്വം നൽകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അതിനുകൂടിയാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ദിവസങ്ങൾ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനമായിരുന്നു. ആദ്യഘട്ടത്തിൽ ജീവനുള്ളവരെ തേടിയായിരുന്നു രക്ഷാപ്രവർത്തനമെങ്കിൽ പിന്നീട് അത് കാണാതായ ആളുകളുടെ മൃതദേഹ ഭാഗങ്ങളെങ്കിലും കിട്ടുമോ എന്നറിയാനായി അതിനിടയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൊബൈൽ ഫ്രീസറുകൾ, ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി മൊബൈൽ ഫ്രീസറുകൾ എത്തുന്നു. സന്നദ്ധ സംഘടനകളുടെയും ആശുപത്രികളുടെയും ട്രസ്റ്റുകളുടെയും ആംബുലൻസുകൾ എത്തുന്നു. യുവജന വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും മത സംഘടനകളും അവരുടെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സംഘടനകളും എല്ലാം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്നതിനും അതാത് മതസ്ഥരുടെ അതാത് രീതിയിലുള്ള ചടങ്ങുകൾ നടത്തുന്നതിനും സ്വയം തയ്യാറായെത്തിയ ആളുകൾ, മനസ്സ് മരവിച്ചിട്ട് പോലും മൃതദേഹം തിരിച്ചറിയാനെത്തിയ ആളുകൾ, അങ്ങനെ വലിയ രീതിയിൽ മനുഷ്യരെങ്ങനെ ഒന്നാകുന്നു എന്നതിൻ്റെ കൂടി ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതുപോലൊരു മോർണിംഗ് ഷിഫ്റ്റിന്
കയറിയ സമയത്താണ് നമ്മൾ ഈ ഒരു വാർത്ത ആദ്യമായി കേൾക്കുന്നത്. വയനാട്ടിൽ എന്തോ സംഭവിച്ചു എന്ന രീതിയിൽ ആദ്യം വരുന്ന വാർത്തകൾ, ചില ദൃശ്യങ്ങൾ, അതിനിടയിൽ ചാലിയാർ പുഴയിൽ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി എന്ന വാർത്തയാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ചാലിയാർ പുഴയിൽ എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം, ആ വാർത്ത നൽകിയതിന് ശേഷമാണ് അതൊരു കുഞ്ഞിൻ്റെ മൃതദേഹമായിരുന്നില്ല, മറിച്ച് ഒരു മൃതദേഹത്തിൻ്റെ മുകൾ വശം മാത്രമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഒരു മൃതദേഹ ഭാഗം എങ്ങനെ ചാലിയാർ പുഴയിൽ ഒഴുകിയെത്തി, ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കടക്കുമ്പോഴേക്കും വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നുവെന്നും അവിടെ ആ ഉരുൾ പൊട്ടിയ മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വയനാട്ടിൽ നിന്ന് വയനാട് കടന്ന് ചാലിയാറിലൂടെ ഒഴുകി കോഴിക്കോട് നിലമ്പൂരിലും മലപ്പുറം നിലമ്പൂരിലും പോത്തുകല്ലിലും വരെ മൃതദേഹ ഭാഗങ്ങൾ എത്തിയതായിരുന്നു അത് എന്നുള്ളൊരു സത്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് മനസ്സ് മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിലപ്പുറം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ വയനാടും കേരളവും മനുഷ്യരുമെല്ലാം 2 വർഷത്തിനിപ്പുറം തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് വാഗ്ദാനങ്ങൾ നടപ്പിലാകാനുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും വീടുകൾ ലഭിക്കാനുണ്ട്. പട്ടികയ്ക്ക് പുറത്തുള്ളവരടക്കം നിരവധി പേരുടെ പുനരധിവാസം ഇപ്പോഴും പൂർത്തിയാകാനുണ്ട്. എന്തായാലും ഈ ഒരു 2 വർഷം എന്ന് പറയുമ്പോൾ അത് വയനാട് ദുരന്തത്തിനപ്പുറം ആ ദുരന്തമുഖത്ത് മലയാളി കാണിച്ച ഒരു ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കൂടി 2 ആണ്ടാണ് എന്നത് മാത്രം പറയുന്നു. ശരി, അത് തന്നെയാണ്. എന്തായാലും 2 വർഷങ്ങൾക്കിപ്പുറം ദുരന്തം കവർന്ന മുണ്ടക്കയിലെ വഴിയോരങ്ങളും പച്ച വിരിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും ആ ഇരുണ്ട രാത്രികൾ ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തിയവരുടെ മനസ്സിൽ ഇന്നും ആർത്തുലച്ചു പെയ്യുന്ന മഴ തന്നെയാണുള്ളത്. വെള്ളരി മലയുടെ ഒരു ഭാഗം ഉരുളിൻ്റെ രൂപത്തിൽ താഴേക്ക് ഒലിച്ചിറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടത് ഒരുപാട് പേരുടെ ജീവനും സ്വപ്നങ്ങളുമായിരുന്നു. ഇന്നത് തിരികെ പിടിക്കാനുള്ള ആ ഒരു ഓട്ടത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികളുള്ളത്. മരിച്ചവരുടെ കണ്ണുനീർ പൊഴിക്കുന്ന ദിനം കൂടിയാണെന്ന് അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.